ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് 2025 പത്മ അവാർഡുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു PSC പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് പത്മ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണാറുണ്ട്. വർഷം തോറും PSC നടന്ന പരീക്ഷകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പത്മ അവാർഡ് PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളും വിട്ടുപോകാതെ ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കാര്യം 2025 എത്ര പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന കാര്യമാണ് ആദ്യമായിട്ട് എടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. ആകെ 139 പത്മ പുരസ്കാരങ്ങളാണ് 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് എന്ന കാര്യം ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, മൊത്തം 7 പത്മവിഭൂഷൺ അവാർഡാണ് 2025 ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പത്മഭൂഷൺ ആണെങ്കിൽ 19, പത്മഭൂഷൺ 19, പത്മവിഭൂഷൺ 7, 19. അതേപോലെ തന്നെ പത്മശ്രീ അവാർഡ് 113 പത്മശ്രീ അവാർഡാണ്. മൊത്തത്തിൽ 139 പറഞ്ഞു. 7, 19, 113. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. അതിനുശേഷം വരുന്ന അവാർഡാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നുള്ള ക്രമം. അതിൽ ആദ്യം പത്മവിഭൂഷൺ 7 പേർക്ക്, പത്മവിഭൂഷൺ ആണെങ്കിൽ 19 പേർക്ക്, പത്മശ്രീ ആണെങ്കിൽ 113 പേർക്ക്. മറ്റൊരു തരത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ, അതായത് എത്ര വനിതാ ജേതാക്കൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 23 പേരാണ്. വനിതാ ജേതാക്കൾ 23. അതേപോലെ തന്നെ വിദേശികൾ, NRI, PIO, OCA വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ 10 പേരുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. വനിതകൾ 23, അതേപോലെ തന്നെ വിദേശികൾ ആ രീതിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ 10 പേരാണ്. അതേപോലെ തന്നെ മരണാനന്തര പുരസ്കാരം എന്ന രീതിയിൽ ലഭിച്ചിട്ടുള്ളത് 13 പേർക്കാണ്. 23 പേര് വനിതാ ജേതാക്കൾ, 10 പേര് വിദേശികൾ എന്നുള്ള ഗണത്തിൽ വരുന്നത്. അതേപോലെ തന്നെ മരണാനന്തര പുരസ്കാരം എന്ന രീതിയിൽ 13 പേർക്കാണ്. അതുതന്നെ നമുക്ക് നോക്കാം, ആ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള 7 പേർ ആരൊക്കെയാണ്. അതിൽ ഒന്ന് കേരളത്തിൽ നിന്നുള്ള നോമിനേഷനാണ്. നമ്മൾ MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ 2025 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് 2005 പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് സാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ആയിക്കോട്ടെ പത്മവിഭൂഷൺ ആയിക്കോട്ടെ എല്ലാം ലഭിക്കുന്നത്. അതേപോലെ തന്നെ മരണാനന്തര ബഹുമതി എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നോമിനേഷനായിട്ടുള്ള വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. അപ്പോൾ MT വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത പരീക്ഷകളിൽ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. അതേപോലെ തന്നെ കൃത്യമായിട്ട് അതിനകത്തുള്ള പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ മൊത്തം ഒന്ന് പഠിക്കാൻ നോക്കിക്കൊള്ളുക. അപ്പം ഒന്നാമത്തെ വ്യക്തി MT വാസുദേവൻ നായർ. രണ്ടാമത്തെ വ്യക്തി ആ വ്യക്തിയുടെ പേരാണ് ശാരദാ സിൻഹ. ശാരദാ സിൻഹ അതായത് ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു ഫോക്ക് ഗായികയാണ് ശാരദാ സിൻഹ. മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ 2025 ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഒരു വിദേശിയാണ്. പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള മൂന്നാമത്തെ വ്യക്തിയുടെ പേരാണ് ഒസാമു സുസുക്കി. ഒസാമു സുസുക്കി ജപ്പാനിലെ സുസുക്കി മോട്ടോഴ്സ് കോർപ്പറേഷൻ മുൻ ചെയർമാനായിരുന്നു ഇദ്ദേഹം. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനും മരണാനന്തര ബഹുമതി എന്ന രീതിയിലാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. നാലാമത്തെ വ്യക്തിയുടെ പേര് ദുവൂർ നാഗേശ്വർ റെഡ്ഡി. അതായത് വൈദ്യശാസ്ത്രത്തിലെ സംഭാവനയ്ക്കാണ് ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിലെ ഒരു വ്യക്തിയാണ് ആര്? ദുവൂർ നാഗേശ്വർ റെഡ്ഡി. അങ്ങനെ ഒരു പക്ഷേ ചോദിക്കാട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് 5ാമത്തെ വ്യക്തിയുടെ പേരാണ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗഹാർ. റിട്ടയർഡ് ജസ്റ്റിസാണ് ജഗദീഷ് സിംഗ് ഗഹാർ. അതായത് ഒരു നിയമജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ നിയമ പരിജ്ഞാനത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ 2025 ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം ഒരു നർത്തകിയാണ്. പേര് കുമുദിനി രജനീകാന്ത് ലഖിയ. കഥക് നർത്തകിയാണ്. 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള അടുത്ത വ്യക്തിയാണ് കുമുദിനി രജനീകാന്ത് ലഖിയ. അടുത്ത 7ാമത്തെ വ്യക്തി ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. ഒരു വയലിൻ വാദകനാണ്. അദ്ദേഹത്തിന് 2025 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും പേർക്കാണ് 2025 പത്മവിഭൂഷൺ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്.
പേരുകൾ ഓർത്ത് വെച്ചുകൊള്ള. ഫസ്റ്റ് പേര് നമ്മളെ കേരളത്തിലുള്ള നോമിനേഷൻ അതാണ് MT വാസുദേവൻ നായർ. സെക്കൻഡ് ഒരു ഫോക്ക് ഗായികയാണ് ശാരദ സിൻഹ. അടുത്തായിട്ടൊരു വിദേശിയാണ്, പേര് ഒസാമു സുസൂക്കി. നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു വൈദ്യശാസ്ത്രത്തിലെ വ്യക്തിയാണ് ദുവൂർ നാഗേഷ് റെഡ്ഡി. അടുത്തായിട്ട് ഒരു നിയമജ്ഞനാണ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗഹാർ. അടുത്ത വ്യക്തി ഒരു നർത്തകിയാണ്, പേര് കുമുദിനി രജനീകാന്ത് ലഖിയ. അടുത്ത വ്യക്തി ഒരു വയലിനിസ്റ്റാണ്, പേര് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. അത്രയും പേർക്കാണ് 2025 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, മൊത്തം പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ 19 പേരുണ്ട്. ആ 19 പേരുകളൊന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പേരുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നോളണം. അതിലാദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയെന്നാണ്. ഫസ്റ്റ് വ്യക്തി PR ശ്രീജേഷ്. അറിയാം നിങ്ങൾക്ക്, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് PR ശ്രീജേഷ്. അതായത് മുൻ ഹോക്കി താരമായിരുന്നു, ഇന്ത്യൻ ഹോക്കി താരമായിരുന്നു PR ശ്രീജേഷ്. അടുത്ത വ്യക്തി ജോസ് ചാക്കോ പെരിയപ്പുറം. കേട്ടിട്ടുണ്ടാവും, നമ്മൾ GK പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്ന ഒരു പേരാണ് ജോസ് ചാക്കോ പെരിയപ്പുറം. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഹൃദയ ശാസ്ത്രക്രിയ വിദഗ്ധനാണ് ജോസ് ചാക്കോ പെരിയപ്പുറം. ഓർത്ത് വെച്ചുള്ള 2 പേരുകൾ, ഒന്ന് PR ശ്രീജേഷ്, അടുത്തായിട്ട് ജോസ് ചാക്കോ പെരിയപ്പുറം. അടുത്തായിട്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള മറ്റൊരു മലയാളിയാണ് ശോഭന. പക്ഷേ കേരളത്തിലുള്ള നോമിനേഷനല്ല, തമിഴ്നാട് നിന്നുള്ള നോമിനേഷനാണ്. നടി, നർത്തകി എന്ന രീതിയിലുള്ള സംഭാവനകൾക്കാണ് പത്മഭൂഷൺ അവാർഡ് ശോഭനയെ തേടിയെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്തായിട്ട് പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളികളുടെ പേരുകളൊന്ന് പരിശോധിക്കാം. പത്മശ്രീ മലയാളികൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. ഒന്നാമത്തെ പേര് IM വിജയൻ. അതായത് നിങ്ങൾക്കറിയാം, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് IN വിജയൻ. അദ്ദേഹത്തിന് 2025 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2025 പത്മശ്രീ ലഭിച്ച മറ്റൊരു മലയാളിയാണ് K ഓമനക്കുട്ടി. സംഗീതജ്ഞയാണ്, ഓർത്ത് വെച്ചോളൂ, K ഓമനക്കുട്ടി. ഇതേപോലെ തന്നെ PSC ചോദിക്കുന്ന മറ്റൊരു വിഭാഗമാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ പത്മ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള സ്പോർട്സ് ജേതാക്കൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നു PR ശ്രീജേഷ്, ഓൾറെഡി പരിചയപ്പെട്ടു, ഹോക്കി താരമാണ്, പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിക്കറ്റ് ഇതിഹാസം രവിചന്ദ്രൻ അശ്വിൻ, പത്മശ്രീ 2025 ലഭിച്ചിട്ടുണ്ട്. അടുത്ത പേര് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു, IM വിജയൻ. പത്മശ്രീ അവാർഡ് ഇനം ഫുട്ബോളാണ്, ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് ഹർവീന്ദർ സിംഗ് പാരാ അമ്പെയ്ത്ത് താരമാണ്, പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഹർവീന്ദർ സിംഗ് പാരാ അമ്പെയ്ത്ത് താരം. നെക്സ്റ്റ് അത്ലറ്റിക് താരം, പാരാ അത്ലറ്റിക് കോച്ചാണോ, സത്യപാൽ സിംഗ് പത്മശ്രീ അവാർഡ് ജേതാവാണ്. അപ്പോൾ ഇത്രയും പേരാണ് സ്പോർട്സ് ജേതാക്കളായിട്ട് വരുന്നത്. PR ശ്രീജേഷ്, രവിചന്ദ്രൻ അശ്വിന്, IM വിജയൻ, ഹർവീന്ദർ സിംഗ്, സത്യപാൽ സിംഗ്, ഇത്രയും പേരുകൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഇവരുടെ വിഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരാ അമ്പെയ്ത്ത് താരമാരാണ്, അല്ലെങ്കിൽ അത്ലറ്റിക് താരമാരാണ്, ഫുട്ബോൾ താരമാരാണ് എന്ന രീതിയിൽ സ്പോർട്സ് ജേതാക്കൾ വെച്ചുകൊണ്ട് PSC ചോദ്യം ചോദിക്കാം. വീഡിയോയിൽ നമ്മൾ 2025 പത്മ അവാർഡുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.